കോഴിക്കോട് വന്നാൽ ഏത് ഹോട്ടലിൽ കയറണം? നമ്മൾ ഇതിനു മുമ്പ് ഒരു 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ടിലെ ഏറ്റവും നല്ല ഹോട്ടലുകളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് ഹോട്ടലാണ് നല്ലത്, എവിടെ കയറിയാൽ നല്ല ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ വീഡിയോ ആണ് ഇത്. ഇന്ന് നമ്മൾ നിൽക്കുന്നതേ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ അകലെയുള്ള ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന് സമീപം. അവിടെ ഇപ്പോൾ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഏത് ഹോട്ടലിലാണ് നല്ല ഭക്ഷണം കിട്ടുന്നത്, ഏത് ഹോട്ടലിൽ കയറിയാൽ നമുക്ക് റേറ്റ് എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണിത്. അതായത് മിംസ് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇപ്പോൾ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. നമ്മൾ പല സ്ഥലത്തു നിന്നും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ട് മിംസിലോട്ട് വരാറുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ അല്ലാതെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഹോട്ടലിലാണ് നല്ല ഫുഡ് കിട്ടുകയെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കത് തീർത്തും മനസ്സിലാവും, ഏത് ഹോട്ടലിലാണ് നല്ല ഫുഡ് കിട്ടുക, കൺഫ്യൂഷൻ തീരും. ഇതിന് കൂടെ തന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു ബിരിയാണി കിട്ടുന്ന സ്ഥലം കൂടി ഉണ്ട് അവിടെ, അതും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആയതുകൊണ്ടേ ഇപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. വെൽക്കം ബാക്ക്, റോയി ക്രിയർ വീഡിയോസ്. കോഴിക്കോട് നിന്നും കോഴിക്കോട് മീഞ്ചന്ത ബൈപ്പാസിൽ ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും 500 മീറ്റർ അകലെയാണ് ലുലു മാൾ ഉള്ളത്. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന് തൊട്ട് മുന്നിലാണ് കോഴിക്കോടൻ കിച്ചൻ. കോഴിക്കോടൻ കിച്ചൻ ഈ ഹോട്ടൽ മിംസ് ഹോസ്പിറ്റലിൻ്റെ നേരെ മുന്നിലാണ്. നമ്മൾ 1-2 പ്രാവശ്യം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഫുഡിൻ്റെ കാര്യമാകുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാവാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതാണ്. ചോറും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല ചൂട് പുട്ടും അതേപോലെ തന്നെ ഓംലെറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ കിട്ടും. നല്ല ഫുഡാണ്. ഒരു നല്ല ഫുഡ് എന്ന് വെച്ചാൽ ഒരു ആവറേജ്, എബവ് ആവറേജ് എന്നൊക്കെ പറയാം, അതേപോലത്തെ ഫുഡാണ്. സ്വല്പം റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഒരിടമാണ് കോഴിക്കോട് കിച്ചൻ. ഇനി നമുക്ക് മറ്റൊരു ഹോട്ടൽ നോക്കാം. ഈ ഹോസ്പിറ്റലിന് തൊട്ടു മുന്നിൽ മറ്റൊരു ഹോട്ടലുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ പേര് മലബാർ ഹോട്ടൽ എന്നായിരുന്നു. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാലേ ആദ്യം മലബാർ ഹോട്ടൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഹോട്ടൽ എന്ന് മാത്രമാണ് കാണുന്നത്, മലബാർ എന്ന പേര് കാണാനില്ല. ഇവിടെ നിന്ന് നമ്മൾ ചോറും കിട്ടില്ല. ഇത് ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പറ്റിയൊരു ഹോട്ടലാണ്. അധികം റേറ്റ് ഒന്നുമില്ല, നല്ല ഫുഡ് കിട്ടും. ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം അവിടുത്തെ ബീഫ് ചില്ലി, അതേപോലെ തന്നെ ചിക്കൻ 65, ഇങ്ങനത്തെ നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. വളരെ റേറ്റ് പറഞ്ഞിട്ട് നല്ല രുചിയിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുന്ന് ഞാൻ ചോറും കിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ തൊട്ടടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെയാണ് ഇവിടെ വരാറുള്ളത്. ഇവിടെ നമ്മൾ പാർസൽ വാങ്ങിയിട്ട് പോകുമായിരുന്നു. നല്ല ചിക്കൻ 65ഉം ബീഫ് ചില്ലിയൊക്കെ നല്ല കിടില ഐറ്റമാണ്. സാധാരണക്കാർക്ക് അധികം റേറ്റ് ഇല്ലാതെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഹോട്ടൽ. ശ്രീലക്ഷ്മി ഹോട്ടൽ എനിക്ക് തോന്നുന്നു ഈ മിംസ് ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ഹോട്ടലാണിത്. എന്ന് വെച്ചാൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. നല്ല ഫുഡ് കിട്ടുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ, പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് ശ്രീലക്ഷ്മി ഹോട്ടൽ. ഇവിടെ നിന്നും നമ്മൾ ഒരുപാട് പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. മസാല ദോശ, നെയ് റോസ്റ്റ്, ദോശ, ഇഡ്ഡലി, അതുപോലെ തന്നെ വട, ഇതൊക്കെ നല്ല കിടിലൻ ഐറ്റംസാണ്. എൻ്റെ മോൾക്ക് ഇവിടുത്തെ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്ഥിരം ഞങ്ങൾ രാവിലെ വന്നിട്ട് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു മോളെ കൊണ്ടുവിടാൻ ഞാൻ പോയിക്കൊണ്ടിരുന്നത് സ്കൂളിലോട്ട്. നല്ല ഫുഡാണ്. പക്ഷേ ഇതൊരു AC റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, സാധാ റെസ്റ്റോറൻ്റാണ്. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് AC ഒന്നും അല്ലെങ്കിലും ദോശയ്ക്ക് നെയ്റോസ്റ്റിനും ഒക്കെ കുറച്ച് വില കൂടുതലുണ്ട്. അതൊന്നും ഓർമ്മ വെക്കണം. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്, കുറച്ച് വില കൂടുതലുണ്ട്. നല്ല ഹോട്ടലാണ്. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ടോപ്പ് ഫോം മൾട്ടി കുഷൻ റെസ്റ്റോറൻറ്റ്, അതാണ് ഈ കാണുന്നത്. ഇവിടെയും നല്ല കിടിലൻ ഫുഡ് ലഭിക്കും. ടോപ്പ് ഫോം ഹോട്ടൽ
ടോപ്പ് ഫോം എന്ന് വെച്ചാൽ ഇപ്പോൾ കോഴിക്കോട് ഒരുപാട് ബ്രാഞ്ചുകളുള്ള ഒരു വലിയൊരു ഹോട്ടൽ ശൃംഖലയാണ്. ഈ മിംസിനോടുള്ള ടോപ്പ് ഫോം വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കോഴിക്കോട് KSRTCയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ടോപ്പ് ഫോം ഉണ്ട്. അവിടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളി ബിരിയാണിയാണ്. അതുപോലെ തന്നെ ചോറും കുഴപ്പമില്ല. റേറ്റ് താരതമ്യേന കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ഫുഡ് കിട്ടും. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും. ഇത് പിന്നെ AC റെസ്റ്റോറൻറ്റ് കൂടെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും, നല്ല ഫുഡ് ലഭിക്കും. ഇവർക്ക് ചേവായൂരും ഒരു ഹോട്ടലുണ്ട്. ഇവിടുത്തെ ഒരു 3 സ്റ്റാർ ബിസിനസ് ഹോട്ടൽ കോവിലകം റെസ്റ്റോറൻറ്റ് വിത്ത് ബാർ, അതാണ് ഈ കാണുന്നത്. കോവിലകം റെസിഡൻസി ഇതൊരു 3 സ്റ്റാർ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്. താമസ സൗകര്യമുള്ള സ്ഥലമാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. AC ഹോട്ടലാണ്. ഞാൻ പറഞ്ഞൊരു 3 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഹോട്ടലാണ്. അതിൻ്റെ റെസ്റ്റോറൻറ്റും ഉണ്ട് താഴെ. ഇവിടെ നമ്മൾ ഒറ്റ പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഞാൻ പറയാം, ഇത് നമുക്ക് എപ്പോഴും കയറി കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല. കാരണം അമ്മാതിരി റേറ്റുള്ളൊരു സ്ഥലമാണ്. ഇത് 3 സ്റ്റാറും കൂടെ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഫുഡ് വെച്ചാൽ റേറ്റുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ആവറേജിനെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് റേറ്റാണ് ഇവിടുത്തെ ഫുഡിന്. പിന്നെ അത്യാവശ്യം സാമ്പത്തികമുള്ളവരൊക്കെ ആണെങ്കിൽ, പണക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് ബാറിലെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. താമസിക്കുകയും ചെയ്യാം, ഫുഡും കഴിക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ പേര് സുബ്ര എന്നാണ്. സുബ്ര റെസ്റ്റോറൻറ്റ്. ഇനിയാണ് നമ്മുടെ ഫേവറേറ്റ് ബിരിയാണി സെൻറ്റർ. അതാണ് ഈ കാണുന്നത്, കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ. കിടിലം ബിരിയാണി എന്ന് വെച്ചാൽ കിടിലം ബിരിയാണിയാണ്. ഇവിടുന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. വില വളരെ കുറവാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇവർക്ക് വേറെ സെൻറ്ററുകളുണ്ട്. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നല്ല നല്ല ബിരിയാണി ഇവിടുന്ന് കിട്ടുന്നത്. ആർക്കും ധൈര്യമായിട്ട് കയറിച്ചില്ല. റേറ്റും വളരെ കുറവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബിരിയാണി സെൻറ്റർ. അവസാനമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് സൽക്കാര റെസ്റ്റോറൻറ്റ്. സൽക്കാര ഹോട്ടൽ നമ്മുടെ പാരഗൺ ഹോട്ടലിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ് സൽക്കാര. പാരഗൺ ഹോട്ടലിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞാണ്, കോഴിക്കോട് ഇത്ര നല്ല വൃത്തിയിൽ വളരെ കുറഞ്ഞ വിലയിൽ വെറും 37 രൂപ 50 പൈസ ടാക്സ് അടക്കം നമുക്ക് ഉച്ചയൂണ് കിട്ടും. അതും നല്ല കഷ്ണമുള്ള മീൻകറി കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ടാകും. ഇതേപോലത്തെ ഒരു ഹോട്ടൽ കോഴിക്കോട് വേറെ ഇല്ല, പാരഗൺ. അതിൻ്റെ ഒരു സഹോദര സ്ഥാപനമാണ് സൽക്കാര ഹോട്ടൽ. പക്ഷേ സൽക്കാര ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റേറ്റൊക്കെ കൂടി, കുറച്ചുകൂടി AC ഒക്കെ ഉള്ളൊരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് കൂടും. നല്ല ഫുഡാണ് കിട്ടുക. പാരഗണെ പോലെ തന്നെയാണ്, പക്ഷേ പാരഗണിൻ്റെ അത്ര നമുക്ക് ടേസ്റ്റ് വരില്ല. എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് സൽക്കാര ഹോട്ടൽ. ഇത് മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ ഹോട്ടലുകളും. കുറ്റിച്ചിറ ബിരിയാണി മാത്രം ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് മറ്റ് എല്ലാം ഒരേ സൈഡിലാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന് സമീപമുള്ള ഹോട്ടലുകൾ. നമ്മുടെ ഹോട്ടലുകളെ കുറിച്ചുള്ള ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ. ഈ പറഞ്ഞ എല്ലാ ഹോട്ടലിൽ നിന്നും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ഹോട്ടലും നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ ചോയ്സ് എടുക്കുകയാണെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രീലക്ഷ്മി കയറാമെന്ന് പറയും. നല്ല ഹോട്ടൽ, ഞാൻ നല്ല ഫുഡാണ്. ടോപ്പ് ഫോമിൽ നല്ല ഫുഡാണ്. അതേപോലെ തന്നെ കുറ്റിച്ചിറ ബിരിയാണി നല്ലതാണ്. നമ്മളിവിടെ വന്ന ഒരു നോൺ വെജിൻ്റെ ആളായതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെലക്ഷൻ എൻ്റെത് ഉച്ചയ്ക്കാണെങ്കിൽ കുറ്റിച്ചിറ ബിരിയാണിയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ബിരിയാണി കഴിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ കയറും. അതല്ല ഇനി ഡിന്നറിനാണെങ്കിൽ നമുക്ക് സൽക്കാര സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ മലബാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആ ഹോട്ടൽ നല്ലൊരു ഹോട്ടലാണ്. നോൺ വെജ് തന്നെ കിട്ടും. ഇനി വെജിറ്റേറിയൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീലക്ഷ്മി കയറാം. വേറെ ഓപ്ഷൻസ് ഇല്ല. കാരണം ഒരൊറ്റ വെജിറ്റേറിയൻ ഹോട്ടലേ ഈ ഭാഗത്തുള്ളൂ.
അത് നമ്മുടെ ശ്രീലക്ഷ്മി ഹോട്ടലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ആ ഹൈപ്പ് ഒന്ന് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെയുള്ള മനോഹരമായ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.